കർത്താവിന്റെ വിശുദ്ധരേ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേയുള്ളൂ. അവിടുത്തെ പ്രസാദമാ ജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഇത് ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യം എങ്ങനെ നമ്മളിൽ വരും എന്നുള്ളതാണ്. രാത്രി ഉണ്ടായാലല്ലേ പകലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഈ പാപം കൃപയും തമ്മിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു എന്ന് വിചാരിച്ച് പാപം വർദ്ധിക്കാൻ വേണ്ടിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാപം എവിടെ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം, അതൊരു രാത്രിയാണെങ്കിൽ എന്തുണ്ടാവും? പ്രഭാതം ഉണ്ടാവും. ഒരു മലയുണ്ടെങ്കിൽ അതിനൊരു താഴ്വര ഉണ്ടാവും. താഴ്വര വേണോ? താഴ്വര വേണമെങ്കിൽ എന്തുണ്ടാകണം? മലയുണ്ടാകണം. പകൽ വേണോ? പകൽ വേണമെങ്കിൽ രാത്രി ഉണ്ടാകണം. അപ്പോൾ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് കാണാം, ദൈവം എല്ലാത്തിനെയും വേർതിരിച്ചു. ഉണ്ടോ? രാത്രി പകൽ, കരയും കടലും, അങ്ങനെ എല്ലാത്തിനെയും വേർതിരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ സമാപന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് രണ്ട് പോയിന്റുകൾ ചോദിച്ചു. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ മുഴുവനും ആകാത്ത ഒന്നും ഞാനിങ്ങനെ പറഞ്ഞു. ആദവും ഹവ്വയും പാപം ചെയ്യുന്നത് ദൈവം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രബോധനം ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നണേ, എങ്കിലും വായിക്കുകയാണ്. 412 CCC 412 എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലിയോ മറുപടി പറയുന്നത്, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. അതാണ് നമ്മളെപ്പോഴും പാപത്തെ കൃപയേക്കാൾ വലുതായിട്ട് കാണരുത്. പാപം സങ്കീർത്തനം 18 ഒരു വാക്യമുണ്ട്, കാറ്റിൽ പറത്തുന്ന ധൂളി പോലെ ഞാനവയെ പൊടിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. അതാണ് പാപം. കാറ്റിൽ പറത്തുന്ന ധൂളി പോലെയാണ്. എന്തിനെ തുലനം ചെയ്യുമ്പോൾ? കർത്താവിൻ്റെ വാത്സല്യത്തെയും സ്നേഹത്തെയും തുലനം ചെയ്യുമ്പോൾ, കൃപയെ തുലനം ചെയ്യുമ്പോൾ പാപം നശ്വരമാണ്, നൈമിഷികമാണ്, കൊടുങ്കാറ്റാണ്. എന്താ കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രത്യേകത? അത് മാറിപ്പോകും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ വീണ്ടും ഞാൻ പറയാം, ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് അറിഞ്ഞൂടാ ഇപ്പോഴും. ക്രിസ്തുവിൻ്റെ ആ സർവാധിപത്യത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പാപത്തിന് വലിയ എന്തോ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരുവനിലുള്ള പാപം പെട്ടെന്ന് കാണുന്നു, അവനിലുള്ള ക്രിസ്തുവിനെ കാണുന്നില്ല. അവനിലുള്ള പാപം ബാഹ്യമായി പ്രകടമാണ്, പക്ഷെ അവനുള്ള ക്രിസ്തു ബാഹ്യമായി പ്രകടമല്ല. വിശ്വാസത്തിലൂടെ നമ്മൾ കാണണം, അവനിൽ ക്രിസ്തു ഉണ്ട്, അവനിൽ ക്രിസ്തു ഉണ്ടെന്ന് നമ്മൾ കാണണം. അത് കാണുന്നതിനെയാണ് നമ്മുടെ വളർച്ച. അപ്പോൾ ഈ മഹാനായ വിശുദ്ധ ലിയോ പറയാണ്, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ
വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. ഇപ്പോൾ നോഹയ്ക്ക് ജന്മപാപം ഉണ്ടായിരുന്നല്ലോ. നോഹയെ കർത്താവ് ഉയർത്തി. ഹാനോക്കിന് ജന്മപാപം ഉണ്ടായിരുന്നല്ലോ. അബ്രാഹത്തിന് ജന്മപാപം ഉണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നു. അബ്രാഹത്തിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പ്രകാശം വന്നു. അനുഗ്രഹം വന്നപ്പോൾ പിന്നെ ആ ജന്മപാപത്തിൻ്റെ ആ ശക്തിയേക്ക് വല്ല പ്രസക്തിയുണ്ടോ? അപ്പോൾ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അനുഗ്രഹം വരുമ്പോൾ പാപത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാപാവസ്ഥയിൽ അനുഗ്രഹം വരാമോ? പാപാവസ്ഥയിലാണ് അനുഗ്രഹം വരുന്നത്. എല്ലാം തലകീഴായ കാര്യമാണ് തോമസ് പോൾ പറയണല്ലേ? ആണോ? എല്ലാം തലകീഴായ കാര്യമാണ്. നമ്മൾ പറയും പാപാവസ്ഥയിലാണെങ്കിൽ കൃപ നഷ്ടപ്പെടും, അനുഗ്രഹം ഉണ്ടാവില്ല, അഭിഷേകം നഷ്ടപ്പെടും. ഈശോ മിശിഹ സുവിശേഷ വേല ചെയ്ത ആ 3 വർഷക്കാലം മുഴുവനും ഈ അപ്പസ്തോലന്മാരെല്ലാവരിലും അവർ വലിയ കാര്യങ്ങൾ അവരും ചെയ്തു. അവർ പറഞ്ഞു, പിശാച് പോലും നിന്റെ നാമത്തിൽ കീഴ്പ്പെടുന്നു. അവരാർക്കെങ്കിലും പാപമോചനം അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. പാപമോചനം വരുന്നത് യേശുക്രിസ്തു ബലിയർപ്പിച്ച് കഴിയുമ്പോഴേ ഉള്ളൂ. അപ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിച്ച് വിടുകയാണ്. ഞാൻ നിന്നെ അയക്കുന്നു, ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. എന്താ ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കണതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞായിരുന്നു അത്? ഇല്ല. അപ്പോൾ കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുന്നു, ചെന്നായി അയക്കപ്പെട്ടിട്ടില്ല. കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പേരിൽ കുഞ്ഞാടിൻ്റെ കൂടെ ആരുണ്ട്? അയച്ചവനുണ്ട്. കുഞ്ഞാടിൻ്റെ കൂടെ അയച്ചവനുണ്ട്. ചെന്നായിയുടെ കൂടെ അയച്ചിട്ടില്ല, അയച്ചവനില്ല. അപ്പോൾ കുഞ്ഞാടിൻ്റെ കൂടെ ആരുണ്ട്? യൂദായിലെ സിംഹമുണ്ട്. പക്ഷേ കാണൂല ആർക്കും. മനസ്സിലായോ? അപ്പോൾ ചെന്നായിയുടെ ആ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലും കർത്താവ് എന്തായി കാണിച്ച്? അതാണ് അതിൻ്റെ ഇടയ്ക്ക് മനസ്സിലാക്കണം. അയച്ചവൻ ആരുടെ കൂടെ ഉണ്ടാവും? കുഞ്ഞാടിൻ്റെ കൂടെ. ചെന്നായിയുടെ കൂടെ ഇല്ല. ഇനിയിപ്പോൾ ആരാണ് ചെന്നായി കുഞ്ഞാടെന്ന് നോക്കണ്ട, നമ്മൾ കുഞ്ഞാടാകുക. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ ചെന്നിട്ട് പറയേണ്ടത് നീ ചെന്നായിയാണെന്ന്. മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല. അടുത്തത് ശ്രദ്ധിച്ചോ, ഇതും തലകീഴായി മറിക്കുന്നൊരു കാര്യം പറയാൻ പോണത്. ശ്രദ്ധിക്കണേ. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത്. ദൈവം അനുവദിക്കുമോ തിന്മ സംഭവിക്കാൻ? കണ്ടോ? അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ കർത്താവ് നോക്കി നിൽക്കുകയാണ് ആദം തിന്മ ചെയ്തത്. കർത്താവ് അനുവദിച്ചത് കൊണ്ടല്ലേ ചെയ്തത്? കർത്താവ് എന്തുകൊണ്ട് അതിനെതിരെ നിന്നില്ല? തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന. ഇപ്പോൾ പൂർവ്വ ഔസേപ്പിനെ സ്വന്തം സഹോദരന്മാർ തല്ലി ചതച്ച് കുഴിയിലിട്ട് കിണറ്റിലിട്ട് കൊല്ലാൻ പോയി. ഇത് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു തറവാട്ടിൽ എല്ലാ സഹോദരന്മാരും കൂടി ചേർന്നിട്ട് ഒരുത്തനെ തല്ലി കൊല്ലാറാക്കുന്ന അവസ്ഥ. എന്തൊരു വലിയ തിന്മയാണത്. അവസാനം അവർ എന്ത് ചെയ്തു? അടിമയായിട്ട് ഈജിപ്തുകാർക്ക് വിറ്റു.
അങ്ങനെ ജോസഫ് ഈജിപ്തിൽ വന്നു. അവിടെയും അവനെ ചതിച്ചു. അവനെ അങ്ങനെ ജയിലിലടച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കന്യാസ്ത്രീ മഠത്തിൽ അവനെ അടച്ചു എന്നർത്ഥം. ആരുമായിട്ട്? കന്യാസ്ത്രീ മഠം എന്ന് പറഞ്ഞാൽ ഒരു കൊവേന്തിൽ. ഒരു കൊവേന്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു തരം ജയിലാണ്. പുറത്തെ ആരുമായിട്ട് സമ്പർക്കമില്ല. വേറെ അവനിഞ്ഞ് ഒരു ജോലിയും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ട. അവർ 2 ചപ്പാത്തിയും ഇച്ചിരി പരിപ്പും തരും. ഒരുപാട് ഭക്ഷണമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം അവൻ? ഈ 4 മതിലിന് ചുറ്റുമാണ്. മുകളിലേക്ക് നോക്കാം, ആകാശം. കർത്താവേ, നീ മാത്രം. കർത്താവിൻ്റെ പണി നോക്കി. കർത്താവ് അവനെ ഇപ്പം എന്ത് ചെയ്തു? അവനെ ആ നാട്ടിൽ നിന്ന് ഈജിപ്തിൽ കൊണ്ടുവന്ന് ഈ നാട്ടിൽ കർത്താവിൻ്റെ മാത്രമായിട്ട് ആരാധിക്കാൻ വേണ്ടി അവിടെ ഒരു മിണ്ടാമഠത്തിൽ കയറ്റിയവനെ. മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ ഈ വേദന മുഴുവനും അവനങ്ങ് സ്വീകരിച്ചു. സ്വന്തം സഹോദരന്മാർ അവനെ കൊല്ലാൻ പോയതും അവനെ വിറ്റതും ഇതെല്ലാം ദൈവമേ നീ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല, നീ നോക്കി നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ അവൻ അതെല്ലാം സ്വീകരിച്ചപ്പോൾ അവന് വലിയ ജ്ഞാനം ലഭിച്ചു. അവൻ പണ്ടേ ഒരു സ്വപ്നക്കാരനാണ് ഇല്ലേ? ചെറുപ്പത്തിലേ സ്വപ്നമാണ്. ഇപ്പോൾ അവൻ എന്തായി? സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവൻ അവിടെ ആ ജയിലിൽ 1-2 പേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചത് കറക്റ്റായി. അതിനകത്ത് ഒരാൾ ഫറവോൻ്റെ അവിടുത്തെ പാനപാത്രവാഹകനായിരുന്നു. അവന് കിട്ടിയ സ്വപ്നമനുസരിച്ച് അവൻ ഇത്രാം ദിവസം അവൻ സ്വതന്ത്രമാകുമെന്ന് പറഞ്ഞ് കറക്റ്റ് സ്വതന്ത്രമായി അവൻ അവിടെ എത്തി. അപ്പോഴാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഫറവോയ്ക്ക് ഒരു സ്വപ്നം. അതാർക്കും മനസ്സിലായി. പല ജ്ഞാനികളെയും കൊണ്ടുവന്നു. അവിടെയുള്ള ഈജിപ്തിൽ ഭയങ്കര ജ്ഞാനികളുള്ള സ്ഥലമാണ്. അവരാർക്കും ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ പാനപാത്രവാഹൻ പതുക്കനൊരു സൂചന കൊടുത്ത്, എനിക്കൊരാളെ അറിയാം, അവൻ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പക്ഷേ അവനിപ്പോൾ തടവറയിലാണ്. രാജാവിനെ സംബന്ധിച്ച് തടവറയിൽ കിടക്കണവൻ കൊണ്ടുവരണതിന് എന്താ ബുദ്ധിമുട്ട്? ആരവിടെ? ഉടനെ അവരെ കൊണ്ടുവരും. അവനെ കൊണ്ടുവന്നു. അവൻ രാജാവിൻ്റെ മുമ്പിൽ തലകുനിക്കൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കുള്ളൂ. അത് ഞങ്ങളുടെ നിയമമാണ്. ഓക്കെ, അതെങ്കിൽ അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പ്രഭു, ഞാനല്ല ഇത് വ്യാഖ്യാനിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. ആ സത്യദൈവം എനിക്ക് കാണിച്ചു തരും എന്താണ് എൻ്റെ അർത്ഥം. എന്തെങ്കിലും ആവട്ടെ. സ്വപ്നം പറഞ്ഞു. അവൻ പറഞ്ഞു, വേറൊരു സ്വപ്നവും കൂടി കാണണമല്ലോ. അതും പറഞ്ഞു. എന്നിട്ട് അതിന് ഉത്തരം കൊടുത്തതൊക്കെ നമുക്കറിയാം ഇല്ലേ? എന്തൊരു വെളിപാടാണ് ഇല്ലേ? ആ വെളിപാട് കേട്ട് കഴിഞ്ഞപ്പോൾ ഫറവോ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ജോസഫിനെ പോലെ ഇത്രയും ജ്ഞാനിയായിട്ട് ഒരാളെ ഈ ഈജിപ്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ മുദ്രമോതിരം ഊരി അവനെ ധരിപ്പിക്കുന്നു. ഇന്ന് മുതൽ ഈ രാജ്യത്തിൻ്റെ നടത്തിപ്പ് ജോസഫായിരിക്കും. രാവിലെ തടവറയിൽ, വൈകുന്നേരം പ്രൈം മിനിസ്റ്റർ. ആർക്കെങ്കിലും പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ഇതാണ് ജ്ഞാനം. മനസ്സിലായോ? ഇതെന്താണ്? ജ്ഞാനത്തിൻ്റെ പ്രവർത്തനമല്ലേ? രാവിലെ അവൻ തടവറയിൽ, വൈകുന്നേരം അവൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം. അങ്ങനെ കർത്താവ് നൽകിയ സന്ദേശങ്ങളനുസരിച്ച് വലിയ സമ്പന്നതയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞു.
ആ സമയത്ത് അവർ ശേഖരിച്ചു. അത് കഴിഞ്ഞിട്ട് ക്ഷാമം ആരംഭിച്ചു. ക്ഷാമം ആരംഭിച്ചപ്പോൾ കണ്ടോ ജ്ഞാനമുള്ളത്. എന്തുകൊണ്ട് നമുക്ക് ക്ഷാമം? നമ്മൾ സമ്പന്ന കാലത്ത് വേണ്ട മാതിരി അത് ജ്ഞാനത്തിലൂടെ ഉപയോഗിക്കാത്തതുകൊണ്ട്. ക്ഷാമം വന്നപ്പോൾ ഇതാ തൻ്റെ സഹോദരന്മാർ യാചനാപാത്രവുമായിട്ട് വന്നിരിക്കുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകാറുണ്ടല്ലേ? ശരിക്കും നമ്മളന്ന് വികാരം കൊള്ളും. അവസാനം ജോസഫ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. ഇവരെല്ലാവരും ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇനി കഴിഞ്ഞു നമ്മുടെ കഥ. ഈ ഇത്രയും വലിയ രാജാവിൻ്റെ പദവിയിലുള്ള ഇവൻ നമ്മളെ കൊന്നുകളയും. ഭയന്ന് വിറച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, ഭയപ്പെടേണ്ട. അവിടെയാണ് നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കിയിരിക്കുന്നു. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും വിവരിച്ചത്. തിന്മ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് വലിയ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. അതിവിടെ പരാമർശിച്ചിട്ടുണ്ട്. എവിടെയോ ഒരു 311 ഭാഗത്താന്ന് തോന്നുന്നു. 311 സർവശക്തനായ ദൈവം അവിടുന്ന് പരമനന്മയായതിനാൽ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുത്താൻ തക്കവിധം സർവശക്തനും നല്ലവനും അല്ലായിരുന്നെങ്കിൽ തൻ്റെ സൃഷ്ടികളിൽ എന്തെങ്കിലും തിന്മയ്ക്ക് സ്ഥാനം അനുവദിക്കുകയില്ലായിരുന്നു. അതാണ് ഇതൊക്കെ ഇത് പഠിക്കണം കേട്ടോ, ശരിക്കും ഇത് പഠിക്കണം. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾക്ക് മുമ്പേ എന്നെ ദൈവം ഇവിടെ അയച്ചതാണ്. എന്തിനാണ്? നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കന്നുകാലികൾക്കും എല്ലാം ഞാൻ സമൃദ്ധിയായിട്ട് തന്നോളാം. നിങ്ങൾ എൻ്റെ കൂടെ താങ്ങിക്കോ. അനേകം പേർ നശിക്കാതിരിക്കാൻ എന്നെ മുൻകൂട്ടി ഇവിടെ അയച്ചതാണ്. ഒരാളെ കണ്ട്, ഈ ഒരാൾ മൂലം ഈജിപ്ത് മാത്രമല്ല ദേശം മുഴുവൻ അനുഗ്രഹം. ഒരാൾ. ഇതാണ് ഞാൻ ഈ വിളിക്കുള്ളിലെ വിളി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരാളാണ്. നമ്മൾ ഇപ്പം പ്രാർത്ഥനാ ഗ്രൂപ്പുകളായി, ധ്യാന കേന്ദ്രങ്ങളായി, കൺവെൻഷനുകളായി എല്ലാം വലിയ ഒരു ജനാവലിയാണ്. മദർ തെരേസ ഒരാൾ. ഇന്ന് ലോകത്തിന് വേണ്ടത് വൺ മോർ മദർ തെരേസ. ജോൺ പോൾ രണ്ടാമൻ ഒരാൾ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി കഴിഞ്ഞ് പോളണ്ടിലേക്ക് ചെന്ന കാര്യം ഒന്ന് കാണണം. ആദ്യം പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മാർപ്പാപ്പയ്ക്ക് പോളണ്ട് വിസിറ്റ് ചെയ്യാൻ അനുമതി കൊടുത്തില്ല. പക്ഷേ മാർപ്പാപ്പ പറഞ്ഞു, ഐ ആം ദ സൺ ഓഫ് ദ സോയിൽ. ഞാൻ എൻ്റെ ജന്മനാട് സന്ദർശിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റും? അങ്ങനെ അവസാനം പൊളിറ്റിക്കലി അവർക്ക് അന്നേ അറിയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് തിരിച്ചു വന്നാൽ കഴിഞ്ഞു പരിപാടി. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ചെന്നിട്ട് മാർപ്പാപ്പയെ സ്വാഗതം ചെയ്യണം. കാരണം പ്രോട്ടോകോൾ. ആ വീഡിയോ കാണാൻ അയാളിരുന്ന് വിറയ്ക്കാൻ, അയാളിന്ന് വിറക്കണം. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നുള്ള എല്ലാ അഭിമാനത്തോടും നിന്ന് അയാൾ സ്റ്റേജിലിരിക്കുമ്പോൾ ജോൺ പോൾ II പറയാണ്, ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ക്രൈസ്റ്റ്? ഭയങ്കര കയ്യടി. ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം പോളണ്ട്?
ഭയങ്കര കയ്യടി. Who can separate Poland from Christ? അതോടെ കഴിഞ്ഞു. കമ്മ്യൂണിസം അവസാനിച്ചു. എന്തോരു ശക്തി പ്രവാഹമായിരുന്നു. 9 days വിസിറ്റ് ഇൻ പോളണ്ട്. 50 ദിവസം മാർപ്പാപ്പ പോളണ്ട് സന്ദർശിച്ചതോടുകൂടി ജനോവലിയുടെ എന്തോ ഒരു വലിയ ശക്തി പ്രകടനം. അതോടെ കമ്മ്യൂണിസം അവസാനിച്ചു. 1 person. നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു വ്യക്തിയെ, നിങ്ങളാവുന്ന ഒരു വ്യക്തിയിൽ ഈ പുതിയ വീഞ്ഞുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദാഹിക്കുക. നിങ്ങളിൽ പുതിയ ഒരു വിളി ഉണരും. നിങ്ങളുടെ വിളിക്കുള്ളിലൊരു വിളിയുണ്ട്. ജോസഫ് ഒരു വ്യക്തി. ഈ പഴയ നിയമത്തിലെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ അങ്ങനെ കാണും. മോശ ഒരു വ്യക്തി. മോശ പറഞ്ഞു വന്നപ്പോൾ ഇപ്പം അത് മനസ്സിലായില്ലേ? പാപം ചെയ്യാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ആ ടോപ്പിക്ക് ക്ലോസായി. അതിൽ നിന്ന് വേറൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇപ്പം ഈ മോശയെ ജനിച്ചപ്പോഴേ തന്നെ കർത്താവിൻ്റെ വിളി ഉള്ളത് കൊണ്ടല്ലേ കൊട്ടയിലാക്കി നീൽ നദിയിൽ ഒഴുക്കിയത്, ഇല്ലേ? അങ്ങനെ അവൻ അവിടെ ഫറവോയിൻ്റെ കുടുംബത്തിൽ വന്ന് ഫറവോയിൻ്റെ അരമനയിൽ അവൻ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ ഈ തറവാട്ടുകാരനല്ല, അവൻ എബ്രായനാണെന്ന്. പിന്നെ അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ലക്ഷ്യമായി. അങ്ങനെ അവൻ്റെ അമ്മയെ കണ്ടുപിടിച്ചപ്പോൾ അമ്മ ഈ അടിമകളുടെ കൂടെ വിഷമിച്ച് വേർത്ത് ചൂളയിലും ചാരത്തിലും കിടക്കണ അമ്മയെ കണ്ടപ്പോൾ പിന്നെ ഇനി അവൻ അരമനയിൽ ജീവിക്കാൻ പറ്റുമോ? മോശയുടെ ഉള്ളിൽ ആ തീ കത്താൻ തുടങ്ങി. ചുരുക്കി പറയാം, അപ്പോഴാണ് അവൻ്റെ ജനതയാണ് ഇവർ എന്നുള്ളതും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൊലപാതകം വരെ നടത്തി. കണ്ടോ? പക്ഷെ കൊലപാതകം നടത്തി 2-ാം ദിവസം അവന്മാർ ചോദിക്കും, നീ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. അവരും അവൻ്റെ സ്വന്തം ആൾക്കാരെന്ന് വിചാരിച്ച് അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കൊലപാതകം നടത്തി എന്നറിഞ്ഞതോടുകൂടി ഇനി ഫറവോയുടെ നിയമപ്രകാരം ആക്ഷൻ എടുക്കണം. അപ്പോൾ മോശ ഇനി ഒരു വഴിയുള്ളൂ, ഇവിടുന്ന് ഒളിച്ചോടുക. മോശ ഏത് വഴിക്കായിരിക്കും ഒളിച്ചോടിയിരിക്കുക? ഒരാൾ കൊലപാതകം ചെയ്ത ഒരാൾ തന്നെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ നേരെ റോട്ടിൽ കൂടി ഓടുമോ? ഒരിക്കലുമില്ല. അവൻ ഒരു ഉള്ളുവഴിയിലൂടെ ഓടി. അങ്ങനെയാണ് മോശ മരുഭൂമിയിലൂടെ പോയത്. സഭാപിതാക്കന്മാർ പറയുന്നത് ആ മോശയുടെ മരുഭൂമിയിലൂടെയുള്ള യാത്ര അവനിലെ പ്രവാചകനെ വളർത്തുന്നതായിരുന്നു, അവനിലെ പ്രവാചകനെ രൂപപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെ ആണ് അവൻ എവിടെ ചെന്നെത്തിയത്? മുൾപടർപ്പിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ദൈവത്തെ കാണുന്നത്. അപ്പോൾ കർത്താവ് അവനെ അയച്ചോ? ആരെ അയച്ചത്? ഒരു കൊലപാതകിയെ. ഈ കൊലപാതകം മോശയുടെ അഭിഷേകത്തിന് തടസ്സമായിരുന്നോ? പറയും. ഇതൊക്കെ പറയുമ്പോൾ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. പാപവും അഭിഷേകവും തമ്മിലുള്ള പാപം നമ്മുടെ അഭിഷേകത്തിന് തടസ്സപ്പെടുത്തുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ എന്താ വലുത്? അഭിഷേകത്തെക്കാളും വലുത് പാപമൊന്നായില്ലേ? അല്ല. ഈ മോശയെ അഭിഷിക്തനാകുമെന്നറിയാം. മോശയ്ക്കുള്ള അഭിഷേകത്തെക്കുറിച്ച് അവൻ ജനിച്ചപ്പോഴേ അവൻ അഭിഷേകം ചെയ്തവനെ കൊണ്ട് എന്തിനാ കൊലപാതകം ചെയ്യിപ്പിച്ചേ? ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ വചനം വായിക്കുമ്പോൾ.
ആ കൊലപാതകം ചെയ്തതുകൊണ്ടല്ലേ മോശ അവിടെ നിന്ന് ഓടേണ്ടി വന്നത്. അവിടെ നിന്ന് ഓടേണ്ടി വന്നത് കൊണ്ടല്ലേ മോശയ്ക്ക് തൻ്റെ ഭാര്യനെ കിട്ടിയത്. അവിടെ നിന്ന് ഓടന്ന് വന്നതുകൊണ്ടല്ലേ മോശയെ മുൾപ്പടർപ്പിൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. മനസ്സിലായോ? ഈ മോശയ്ക്ക് എന്ത് കഴിവുണ്ടായിരുന്നു പറയും. നമ്മൾ ഓരോരുത്തരെയും ക്ഷമിക്കണേ, മഠത്തിൽ ചേർക്കാനോ ഒരു ഉത്തരവാദിത്തമുള്ള ജോലി ചേർക്കാണെങ്കിൽ കുറേ ഇൻ്റർവ്യൂ ചെയ്ത് അവൻ്റെ ഹിസ്റ്ററി നോക്കി അവന് കഴിവുണ്ടോ. ഈ അപ്പസ്തോലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് വല്ല ഇൻ്റർവ്യൂ ചെയ്തിട്ടാണോ? അവർക്ക് വല്ല കഴിവുണ്ടെന്ന് നോക്കിയിട്ടാണോ? ഈ മോശയ്ക്ക് എന്ത് കഴിവുണ്ടായിരുന്നു? കർത്താവിൻ്റെ വിളിയാണ് എല്ലാത്തിൻ്റെയും വിളിയും തിരഞ്ഞെടുപ്പും. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ട്. നിന്റെ ഉള്ളിലെ വിളി നീ മനസ്സിലാക്കിയാൽ മറ്റൊന്നിനും ആ വിളിയെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. കർത്താവാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ അഭിഷേകം നിന്നോടുണ്ട്. എന്നാലും മോശ പറഞ്ഞു, ഞാനും എനിക്ക് സംസാരിക്കാൻ പോലും അറിഞ്ഞു അത് എന്നെയാണോ അയക്കണേ? ഒരു വിക്കനായിരുന്ന മോശയെയാണ് കർത്താവായിട്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം, തിന്മയിൽ നിന്ന് നന്മയുണ്ടാക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ക്ലിയർ ആയില്ലേ? അത് ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച്, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തിന്മയിൽ നിന്ന് പോലും നന്മയുണ്ടാക്കുന്നവനാണ് വിശ്വാസം. ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ. മാനുഷിക ജ്ഞാനത്തിലൂടെ അല്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമുക്കിരിക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നല്ലോ, ക്ലിയർ ആയില്ല. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് മുഴുവനാകാത്തതായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നു പിന്നെ മുഴുവനാകാത്തതായിട്ടുണ്ടോ? എന്താ രണ്ട് കാര്യം പറഞ്ഞില്ല? ഒരു രാജകുമാരൻ്റെ കഥ ഇന്ന് പറഞ്ഞ, ഇന്നാണ് പറയാമെന്ന് പറഞ്ഞത്. അല്ല, അതെനിക്കൊരു കണക്ഷൻ കിട്ടണില്ല. പത്രോസ് മോശയെ കണ്ടത് എങ്ങനെയാന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ മരിച്ച് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാരെയൊക്കെ നമ്മൾ അറിയോ? എങ്ങനെ അറിയും? അതാണ്, അങ്ങനെ ഒരു അറിവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അകത്തുണ്ടാവും. എന്ന പോലെയാണ് മോശയെ ഈ പത്രോസ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. മോശ അവിടെ ശരീരത്തോടെ ഒന്നും ആയിരിക്കില്ല വന്നിരിക്കുന്നത്. ശരീരത്തോടെ അല്ലല്ലോ. അപ്പോൾ മോശയുടെ ശരീരമില്ലെങ്കിലും മോശയെ പത്രോസിന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വിസ്മരണീയമായ ബന്ധം നമുക്ക് ഉണ്ട്. വിസ്മരണീയ, അതുകൊണ്ട് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ.
ആ ജോസഫ് പോസിറ്റീവായിട്ട് എടുത്തു. അങ്ങനെയല്ല, ജോസഫ് അതുപോലെ ദൈവത്തുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ അരൂപിയിൽ ആയിരുന്നുകൊണ്ടാണ് ജോസഫിനെ സംബന്ധിച്ച് അത് രക്ഷാകര പദ്ധതിയിലൊരു പ്ലാനാണ്. നമ്മുടെ വിശ്വാസം അതാണ്. അപ്പോൾ അതാണ്, വിശ്വാസത്തിലാണ്. ആർക്കും വിശ്വാസമുള്ളവൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്, പാപത്തിലുള്ള വിശ്വാസമല്ല. നാം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. എല്ലാം പോസിറ്റീവായിട്ട്, എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാം പോസിറ്റീവായിട്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പോയിൻ്റാണ്. യെസ്. ഇനി എന്തെങ്കിലും സംശയം? കാരണം നമ്മൾ ഇനി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഫൈനൽ ഒരു ടോക്ക് വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടോക്കൊന്നുമില്ല, പിന്നെ ഒരു സംശയം ചോദിക്കരുത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് അഭിഷേകത്തിലേക്ക് കയറുകയാണ്. ആർക്കെങ്കിലും ഒരു സംശയമില്ല? ആ, ചോദിച്ചോ. ആ, ഓ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണം ഇങ്ങനത്തെ സിദ്ധാന്തത്തിൽ? എങ്ങനെ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റണം? ക്ഷമിക്കണം. ഇങ്ങനത്തെ സിദ്ധാന്തങ്ങൾ നമ്മളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. ഓ എൻ്റെ കർത്താവേ, ഒന്ന് മനസ്സിലാക്കണം. ഹൗ ക്യാൻ ജീവന്റെ ദാതാവായ ദൈവത്തിന് നിത്യനരകത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഈ നിത്യനരകം എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരിക്കും. ഒന്ന്, അവരോട് ദൈവം പറഞ്ഞു, ഇത് ഭക്ഷിക്കുന്ന നിമിഷം നിങ്ങൾ മരിക്കും. അതെന്ത് മരണമാണ്? അത് ആത്മാവിലുള്ള മരണമാണ്. അങ്ങനെയാണ് മരണം ഉണ്ടായത്. ഇനി രണ്ടാമത്തെ മരണം ശരീരത്തിലുള്ള മരണം, ജീവൻ ഇവിടെ അവസാനിക്കുന്ന മരണം. മൂന്നാമത്തെ മരണം എന്ന് വാസ്തവത്തിൽ പറയാൻ പറ്റില്ല. അത് നിത്യമരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി യേശുവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും യേശു നൽകിയിരിക്കുന്ന ഈ രക്ഷാകര സാൽവഫിക് സെൽഫ് ഗിവിങ് ആർക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ്? എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അതിനെ തിരസ്കരിച്ച് മാരകമായ പാപത്തിൽ വസിക്കുന്ന ഒരവസ്ഥയിലാണ് അവൻ നിത്യനരകത്തിലേക്ക് പോകുന്നത്. അത് ഉണ്ട് എങ്കിലും ആരവിടെ പോകും? ആരെങ്കിലും പോകണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ആരും അവിടെ പോകരുതാണ്. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്. നരകമില്ല എന്നല്ല, നരകമുണ്ട്. അവിടെ ആരുണ്ട്? അവിടെ പിശാചും പിശാചിൻ്റെ ദൂതന്മാരും ഉണ്ട്. അപ്പോൾ യേശു ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. യേശു ജീവൻ്റെ ഉറവിടമാണ്. അതാണ് ഈ പിശാചിനെ കുറിച്ച്, പിശാച് വലിയ ആളാണെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ആ സ്റ്റാൻഡ് അല്ല കറക്റ്റ്. പൂർവശാപം നമ്മളെല്ലാം തകർത്തും ഈ പ്രശ്നങ്ങളെല്ലാം കാരണം പൂർവശാപമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനിയെ അല്ല. പിന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു പറയും? യേശുക്രിസ്തു വല്ലതും ചെയ്തോ? യേശുക്രിസ്തു ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മളെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും
മൂന്നാമത്തെ ശിക്ഷയിൽ നിന്നും ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ വചനം ഒന്ന് വായിച്ചേ. ഗലാത്യ 3:13 പറയുന്നത്, അവൻ കുരിശിൽ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13, നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഉള്ള ആ ശാപം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുന്നവൻ ശാപമുണ്ടാകും, അവൻ ശിക്ഷയുണ്ടാകും എന്നെല്ലാം പറഞ്ഞത് യേശു ഏറ്റെടുത്തോ ഇല്ലയോ? ഏറ്റെടുത്തോ? നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കുടുംബത്തിലൊക്കെ ഇത് കാണാം അല്ലേ? പല കുടുംബത്തിലെ അവസ്ഥ ഇതിൽ ശാപം കാണാം. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഒരു ഉദാഹരണമാണ്. ഒരു വീട്ടുകാരൻ, ഒരു മുതലാളി, അടയ്ക്കാമരത്തോപ്പ് ഉണ്ട് അയാൾക്ക്. നടന്ന സംഭവമാണെന്നാണ് പറയണേ, ഞാൻ പറഞ്ഞ് കേട്ടേക്കണതാണ്. അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ തരികയാണ്. എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മുടെ പല വീടുകളിലും ശാപം പോലെ തന്നെയുള്ള അവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ അടയ്ക്കാമരത്തോപ്പുള്ള ആൾക്ക് ഒരു കുടിയടപ്പുകാരനുണ്ട്. അവൻ ഒരിക്കൽ ഇയാളെ കാണാണ്ട് കുറേ അടയ്ക്ക പറിച്ചെടുത്തു. അവന് കഞ്ഞി കുടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മുതലാളി ഭയങ്കര ദേഷ്യപ്പെട്ടു. ക്രിസ്ത്യാനിയാണ് മുതലാളി. ദേഷ്യപ്പെട്ടിട്ട് അവനെ പിടിച്ചുകൊണ്ടിട്ട് നീ എന്താ ചെയ്തെന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിൽ കത്തിയെടുത്തൊരു വെട്ട് കൊടുത്തപ്പോൾ അവൻ്റെ അടയ്ക്കാ പറിച്ച കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വെട്ട് കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിലെ